ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് 9. ഇതിൽ നമ്മൾ പരമാത്മാവിനെ പറ്റിയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സാധാരണ ഉപനിഷത്തുകളെല്ലാം തുടങ്ങുമ്പോൾ അതിൻ്റെ മുമ്പിലൊരു ശാന്തി പാഠമുണ്ട്. അത് ചൊല്ലണമെന്നാണ് വകുപ്പ്. അതെന്തിനാണെന്ന് മുമ്പ് പറഞ്ഞു. ആ സംഗതി മനസ്സിലാക്കിയാൽ മാത്രമേ ഉപനിഷത്തിലേക്ക് കടന്നിട്ട് കാര്യമുള്ളൂ. അതിന് ശരിയായ ശാസ്ത്രീയമായി മനസ്സിലാക്കും എങ്കിൽ മാത്രമേ ഉപനിഷത്തിലേക്ക് കടന്നിട്ട് കാര്യമുള്ളൂ. അതിനാണ് എപ്പോഴും ആദ്യം അതിൽ നിന്ന് തുടങ്ങണമെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക, എന്നിട്ട് പിന്നെ ഉപനിഷത്തിലേക്ക് കിടക്കുക. അങ്ങനെ പരമാത്മാവിനെ പറ്റിയും ഉള്ള ഒരു ശാന്തി പാഠമുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആത്മാവിനെ പറ്റി അഥർവവേദത്തിലെ ശാന്തിപാഠം പറയുന്നത് നോക്കാം. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹ ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണമസ്തു തദാത്മനി നിരതേ യ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഭാവാർത്ഥം: പരമാത്മാവ് എൻ്റെ എല്ലാ അംഗങ്ങളെയും, അതായത് നേത്രം, ശ്രോത്രം തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളെയും വാക്, പാണി തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളെയും പ്രാണങ്ങളെയും ശരീരങ്ങളെയും മനസ്സിനെയും ശക്തിപ്പെടുത്തുന്നു. സർവോപനിഷത് പരമായ ബ്രഹ്മത്തെ ഞാൻ സ്വീകരിക്കാതിരിക്കില്ല. അത് എന്നെയും ഉപേക്ഷിക്കാതിരിക്കട്ടെ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എപ്പോഴും നിലനിൽക്കട്ടെ. ഉപനിഷത്തിലൂടെ ലഭിക്കുന്ന ജ്ഞാനത്താൽ ഞാൻ ബ്രഹ്മവുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുന്നു. ആ ശക്തി എന്നിൽ നിത്യവും പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇവിടെ പറയുന്നത് പരമാത്മാവ് എൻ്റെ എല്ലാ അംഗങ്ങളെയും, കണ്ണ് അതായത് കാഴ്ചയെ, വാണി ശബ്ദത്തെ, ശ്രോത്രം കേൾക്കുന്നതിന് മുതലായ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും, കർമ്മേന്ദ്രിയങ്ങളെ, അതായത് കാണുന്ന എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് മനസ്സിലാക്കണം, അതിനനുസരിച്ച് എന്ത് പ്രവർത്തിക്കണം, അതാണ് കർമ്മേന്ദ്രിയങ്ങൾ. എൻ്റെ ശ്വാസത്തെ നിയന്ത്രിക്കുന്നത്, ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നത്, ഇതിനെയെല്ലാം ശക്തിപ്പെടുത്തണേ എന്ന് പറയുകയാണ്. അപ്പം ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള പ്രേരക ശക്തിയാണ് പരമാത്മാവ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഈ പരമാത്മാവ് ഇതുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഘടകമാണ്. പിന്നെയോ സർവഭൂതവുമാകുന്ന ആ ബ്രഹ്മത്തെ, ബ്രഹ്മമാണ് ഇതെല്ലാമായിട്ട് മാറിയത്, ആ ബ്രഹ്മത്തെ ഞാൻ സ്വീകരിക്കാതിരിക്കില്ല. അതായത് ബ്രഹ്മവും ഞാനുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. എനിക്ക് ആ ബ്രഹ്മത്തെ സ്വീകരിച്ചേ പറ്റൂ, ബ്രഹ്മത്തിനനുസരിച്ച് എനിക്ക് പോകാനേ പറ്റൂ. അത് എന്നെ ഉപേക്ഷിക്കാതിരിക്കട്ടെ. അത് എന്നെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ പിന്നാലെ നടക്കുകയാണ് ഈ സംഗതി. ഞാൻ അതിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എപ്പോഴും നിലനിൽക്കണം. മരിക്കുന്നത് വരെ ഇത് നമ്മളെ കൂടെയുണ്ട്, നമ്മളെ ഹൃദയത്തിലുണ്ട് എന്നാണ് പിന്നീട് കാണാം. അപ്പം മരിക്കുന്നത് വരെ ഈ ഒരു ബന്ധം ആ പരമാത്മാവുമായിട്ട് ഉണ്ട്, ഉപനിഷത്തിലൂടെ ലഭിക്കുന്ന ജ്ഞാനത്താൽ. അപ്പോൾ ഉപനിഷത്തിലൂടെ വേണം ഇതെന്താണെന്നെല്ലാം ശരിക്ക് മനസ്സിലാക്കാൻ. ഞാൻ ബ്രഹ്മവുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുകയും
ഉപനിഷത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ ആ ബ്രഹ്മവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഈ സംഗതി. ഈ സംഗതിയിലൂടെയാണ് ഞാൻ ബ്രഹ്മവുമായിട്ട് ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. എൻ്റെ കർമ്മങ്ങളെല്ലാം അതുമായിട്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ആ ശക്തി എന്നിൽ നിത്യവും പ്രകാശിക്കുകയും ചെയ്യും. എപ്പോഴും അത് എന്നിൽ പ്രകാശിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷമാണ്. അത് ബ്രഹ്മത്തിൽ നിന്നാണ് തുടങ്ങിയതാണ്. ആ ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയ സംഗതിയാണ് ഇത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണിത്? ബ്രഹ്മത്തിൻ്റെ ഉദ്ദേശം എന്താ? ബ്രഹ്മത്തിനൊരു ലക്ഷ്യമുണ്ട്, ഒരു പ്രപഞ്ചം സൃഷ്ടിക്കണം. ആ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അത് കുറേയെല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അവസാനം എത്തുമ്പോൾ ഭൂമിയിലുള്ള പുരോഗതികളെല്ലാം മനുഷ്യരെ സൃഷ്ടിച്ച് അതിലൂടെയാണ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുവാൻ വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബന്ധത്തിലൂടെയാണ് മനുഷ്യരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് ചുരുക്കി മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സംഗതി? അപ്പം ബ്രഹ്മം ആദ്യം എന്താണ് ചെയ്തത്? ബ്രഹ്മത്തിന് പ്രപഞ്ചമുണ്ടാക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടായി. അതിൽ നിന്ന് സയൻസ് ഡെവലപ്പ് ചെയ്തു. കാരണം സയൻസിലൂടെയാണ് സൃഷ്ടിക്കാമെല്ലാം നടക്കുവാന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സയൻസ് വന്നു. അതിൻ്റെ ശേഷം എന്താണ് വേണ്ടത് എന്നറിയുന്നതിന് നമുക്ക് നമ്മളൊരു കർമ്മം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മളൊരു വീട് വെക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ ആദ്യം നമുക്ക് വീട് വെക്കേണ്ട ശാസ്ത്രീയമായ വശമെല്ലാം ഉണ്ടാവണം. അതിനാണ് എഞ്ചിനീയർമാരെയെല്ലാം സമീപിക്കുന്നത്. നമുക്കറിയേണ്ടത് നമുക്കും ചെയ്യാം. അല്ലെ അറിയുന്ന ആൾക്കാരെയെല്ലാം വെച്ചുകൊണ്ട് വീട് വെക്കാൻ പറ്റുള്ളൂ. അല്ല നമുക്കെല്ലാം അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചെയ്യുന്നവർക്ക് അത് അറിഞ്ഞിരിക്കണം. ഇപ്പം ബ്രഹ്മത്തിന് ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ അതിനുള്ള ജ്ഞാനം വേണം. അതാണ് ആദ്യം തന്നെ സയൻസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞത്. വേദങ്ങളുണ്ടായത് സയൻസ് മാത്രം ഉണ്ടാക്കിയാൽ പോരാ. പിന്നെ അത് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരു പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം ഉണ്ടാക്കിയാണ്. ആ ശാസ്ത്രത്തിൻ്റെ പഠിച്ച സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കിടെക്ചറൽ എഞ്ചിനീയറിങ്ങോ എന്തോ പറയാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാനും ഒരു എസ്റ്റിമേറ്റും എല്ലാം ഉണ്ടാകും. ആ പ്ലാൻ അനുസരിച്ചാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീട് നിർമ്മാണം പണി നടക്കുക. പിന്നെ ആ പ്ലാന് മതി. ആ പ്ലാനിൽ പറയുന്ന മാതിരിയേ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അല്ലാതെ അതിൽ നിന്ന് ഒരു മാറ്റവും വരുത്തില്ല. മാറ്റം വരുത്തണമെങ്കിൽ പ്ലാനിൽ തന്നെ മാറ്റം വരുത്താം. നല്ല ആൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മാറ്റം വരുത്തിയെന്നുകൊണ്ട് അത്രയും ജ്ഞാനമൊന്നും ഇല്ലാത്തവരാണ് പിന്നെയും മാറ്റി മറിച്ചു എല്ലാം ചെയ്യേണ്ടി വരുന്നത്. അപ്പം പ്ലാൻ അനുസരിച്ചേ പോകാൻ പറ്റും. എത്ര നീളം വേണം, എത്ര വീതി വേണം, എത്ര മുറി വേണം, എത്ര ജനൽ വേണം, ഇതെല്ലാം പ്ലാനിനോടെ. ആ പ്ലാനൊരു പ്രേരക ശക്തിയാണ്. പിന്നെ എല്ലാം കൊണ്ടുപോകുന്നത് ആ പ്ലാനാണ്. അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നവരല്ല അതിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല. അതേപോലെ ഒരു ഗവൺമെൻറ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അവർക്കൊരു ബഡ്ജറ്റുണ്ട്. ആ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ബഡ്ജറ്റിൽ പറഞ്ഞ് ആദ്യം അതിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ബഡ്ജറ്റാണ് അവരെ കൊണ്ടുപോകുന്നത്. ആ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടേ പോകാൻ പറ്റും, അല്ലാതെ ഒന്നും പോകാൻ പറ്റില്ല. അതുപോലെ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ആദ്യം തൊട്ട് ഒരു പ്രൊജക്ട് റിപ്പോർട്ടുണ്ട്, ഒരു പ്ലാനിങ് ഉണ്ട്. അല്ലെ പ്ലാൻ ഉണ്ടാവും, മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും, അല്ലെ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയും, മാസ്റ്റർ പ്ലാൻ എന്ന് പറയും, പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നെല്ലാം പറയും. അതിൽ എന്തെല്ലാം വേണം എന്നെല്ലാം തീരുമാനിച്ചിട്ടാണ് പിന്നെ മുന്നോട്ടേക്ക് പോകുന്നത്. ഇതാണ് ശാസ്ത്രീയമായ സമീപനം. നമ്മളൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോഴും അതിന് അതിൻ്റെ അകത്ത് അനുവദിച്ച ഒരു സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് ആ സോഫ്റ്റ്വെയർ അതെല്ലാം എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്രേരണ ശക്തിയിൽ കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അതിൽ നിന്ന് മാറാനൊന്നും പറ്റില്ല. ഒരു കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് ആ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് പിന്നെ അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു രീതിയുണ്ട്. ആ രീതിയിലേ പിന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അതുപോലെ ഇത് ശാസ്ത്രീയമായ ഒരു സമീപനം. അങ്ങനെ മുന്നോട്ടേക്ക് പോകും. അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം എവിടെയെല്ലാം എത്തിപ്പോകും. ഒരു കൺട്രോൾ ഇല്ലാതെ പോകും. നമ്മുടെ വീട്ടിൽ പോലും വന്നിട്ട് ഒരു ബഡ്ജറ്റുണ്ട്.
ആ ബഡ്ജറ്റിൽ പറയുന്ന മാതിരി പണമെല്ലാം ആദ്യം കിട്ടുമ്പോൾ എത്ര ചെലവിടും നല്ലൊരു ധാരണ വെച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകും. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ കുളമാവും. അപ്പം സൃഷ്ടി നടത്തുമ്പോഴും ഒരു പ്ലാനുണ്ട്. ആ പ്ലാനാണ് ഈ പരമാത്മാവ്. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസിലൂടെയാണ് പോകുന്നത്. ഒരു പ്ലാനുണ്ട്, എങ്ങനെ ഇതെല്ലാം മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു പ്ലാനുണ്ട്. ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പ്ലാൻ അനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. നമ്മൾ സ്കൂളിലാണെങ്കിലും ഒരു സിലബസ് ഉണ്ട്, ഒരു ടൈം ടേബിൾ ഉണ്ട്. കൃത്യം 10 മണിക്കാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു 10-5 മിനിറ്റ് ഉള്ളേരം ഒരാൾ വന്ന് മണിയടിക്കുക. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഉപയോഗിക്കോളും. ആരും പോയി പറയാനൊന്നും വേണ്ട, അങ്ങ് നടന്നോളും. കുട്ടികളെല്ലാം അപ്പോഴേക്ക് ഓടിപ്പിടിച്ച സീറ്റിലിരിക്കും. അധ്യാപകൻ വരും, പഠിപ്പിക്കേണ്ട അധ്യാപകൻ വരും, പഠിപ്പിച്ചു പോകും. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നടന്നോളും. അതിൽ പിന്നെ ഒന്നും തലയിടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു കോടതിയിലൊരു നിയമപുസ്തകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അംബേദ്കർ ഉണ്ടാക്കിയതിനൊന്നും പിന്നെ അംബേദ്കർ ആവശ്യമൊന്നുമില്ല. അത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിൽ പറയുന്ന വകുപ്പുകൾ പ്രകാരമേ പോകാൻ പറ്റുകയുള്ളൂ. ഇപ്പം ഏതൊരു സിസ്റ്റവും നിലനിൽക്കണ്ടെങ്കിൽ അതിലൊരു പ്ലാൻ ഉണ്ട്, റിട്ടണായ ഒരു പ്ലാൻ. റിട്ടൺ ആണെന്നൊന്നുമില്ല, കാരണം എന്നാലും ആ റിട്ടണായ പോലെയുള്ള അതിന് രൂപവും ഭാവമൊന്നുമില്ല, കയ്യും കാലും ഒന്നുമില്ല. പക്ഷെ അതിനനുസരിച്ച് കാര്യങ്ങൾ പോകും. അതിന് കയ്യും കാലും ഒന്നുമില്ല. അതുപോലെ ഈ പരമാത്മാവ് എന്ന് പറയുന്നതിന് കയ്യും കാലും ഒന്നും തന്നെ ഇല്ല. പക്ഷേ അതിനനുസരിച്ച് പിന്നെ ഈ കാര്യങ്ങൾ പോവുകയുള്ളൂ. അപ്പോൾ ഓരോ സമയത്തും എന്ത് ചെയ്യണമെന്നല്ല. ഇപ്പം ബഡ്ജറ്റ് തന്നെയാണെങ്കിലും ഇന്ന സമയത്ത് ഇന്ന ചെയ്യണം, ഇന്ന സമയത്ത് ഇന്ന ചെയ്യണം, ഇന്ന സമയത്ത് ഇത്ര ആളെ പോസ്റ്റ് ചെയ്യണം, ഇതെല്ലാം ഇതിനകത്ത് വരും. ഒരു ഫാക്ടറിയിലാണെങ്കിൽ തുടങ്ങുമ്പോൾ ഇന്ന ആളെ വേണം, അത് കഴിഞ്ഞ് അവരെ പറഞ്ഞു വിട്ടിട്ട് ഇന്നാളെ എടുക്കണം, ഇന്ന സമയത്തെത്തും ഇന്നാളെ എടുക്കണം, അവർ ഇത്ര കാലം ജോലി ചെയ്യണം, ഇന്ന ജോലി ചെയ്യണം, അതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ആ പ്ലാനാണ് പരമാത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്ത. ഒരു കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് സോഫ്റ്റ്വെയർ ആണ്. ഒരു വീടിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലാനാണ്. ഒരു സ്ഥാപനത്തിൻ്റെ അത് പ്രൊജക്ട് റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റാണ്. അപ്പം ഇങ്ങനെ ഒരു അടിസ്ഥാനപരമായ പ്രൊസീജിയർ എല്ലാം വിവരിക്കുന്ന ഒരു സംഗതിയാണ് ഈ പരമാത്മാവ്. അതിൽ തീരുമാനിച്ചിട്ടുണ്ട് ഘട്ടം ഘട്ടമായിട്ട്. ആദ്യം ഘട്ടത്തിൽ ഇലക്ട്രോൺ ഉണ്ടാക്കണം, പ്രോട്ടോൺ ഉണ്ടാക്കണം, പിന്നെ അവസാന ആറ്റങ്ങളെല്ലാം ചേർത്ത് ഇന്നെല്ലാം ഉണ്ടാക്കണം. അതിൻ്റെ ശേഷം മനുഷ്യരെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ 4 ഘട്ടങ്ങളിലൂടെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിലൂടെ മനുഷ്യരെ കൊണ്ടുപോയിട്ട് നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. അതിന് ഓരോ സമയത്ത് ആര് ജനിക്കണം എന്നല്ല അത് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനപ്പാനയിൽ പറഞ്ഞ് എല്ലാവരെയും കർമ്മം വെച്ച് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ആർക്കും മാറാൻ പറ്റില്ല. ആ കർമ്മം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു കൊടുക്കുക, പോവുക. ആണ് പരമാത്മാവ്. അത് വെച്ച് ഇതൊന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ എല്ലാ അവയവങ്ങളെയും, നേത്രം, വാണി, ശ്രോത്രം മുതലായ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും പ്രാണനും എല്ലാം അതിൻ്റെ കൺട്രോളിലാണ് വരുന്നത്. ശരീര മനസ്സുകളെല്ലാം അതിൻ്റെ ഇതിലേക്കാണ് പോകുന്നത്. അതിനെന്ത് കാര്യമാണോ സാധിക്കേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മനസ്സിലുള്ള ചിന്താഗതികൾ വരും. നമ്മളെ ശരീരം അത്രയും ആക്റ്റീവാക്കും. ആ കർമ്മം ചെയ്യത്തക്കവണ്ണം നമ്മളെ പ്രാപ്തമാക്കും. നമ്മളെ അവയവങ്ങളെല്ലാം സ്ട്രോങ് ആക്കും. എന്ത് കർമ്മം ചെയ്യാനോ അതിന് യോജിച്ച തരത്തിൽ നമ്മളെ സംഘടിപ്പിക്കും. അതെല്ലാം ചെയ്തുകൊണ്ട് സർവഭൂതങ്ങളുടെ ഭൂതമാകുന്ന ആ ബ്രഹ്മത്തെ ഞാൻ എനിക്കതിനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആവശ്യപ്രകാരം ചില കർമ്മങ്ങൾ ചെയ്യാനാണ് എന്നെ ഇവിടെ ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മാറ്റമില്ല. അത് എന്നെയും ഉപേക്ഷിക്കാൻ പോകുന്നില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം അത്രയും സുദൃഢമാണ്. എന്നിട്ടോ ആ ജ്ഞാനയിലെ ഉപനിഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി, ഞാൻ ബ്രഹ്മവുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. എപ്പോഴും ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്.
അതാണ് നമ്മളെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അത് നമ്മളുമായിട്ട് ചേർന്ന് നിന്നിട്ടുണ്ട്. എവിടെയുണ്ട് ആ സംഗതി? എന്നിട്ട് നിത്യവും പ്രകാശിക്കുന്നു. നിത്യം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ ആക്ടിവേറ്റ് ആക്കുകയാണ് കർമ്മങ്ങൾ ചെയ്തിട്ട്. എനിക്ക് ജനിക്കുമ്പോൾ തന്നെ എന്നെ ജനിപ്പിച്ചതിന് ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അതെല്ലാം ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ലോകം ഇങ്ങനെ പോകണമെന്ന് അതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ട് സമയത്തും എന്നെ ജനിപ്പിക്കുന്നു, എന്നെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അതിൻ്റെ പിന്നിൽ അത് ഒന്നിച്ച് ഉണ്ട്. എന്നെ പ്രകാശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കർമ്മം ചെയ്യുവാൻ വേണ്ടി ഞാൻ എപ്പോഴും അതിൻ്റെ കൂടെയുണ്ട്. ഇതാണ് പരമാത്മാവ്. പക്ഷെ ഉപനിഷത്ത് എന്തിനാണ് എല്ലാ ഉപനിഷത്തിൻ്റെയും മുമ്പിൽ ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കണം. അല്ലാതെ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ കണ്ണുമുൾക്കുള്ളിൽ എന്തോ ഒരു ജീവിയാണ് എന്നെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമായിട്ടില്ല. ഇവിടെ അങ്ങനെയൊന്നും പറയുന്നില്ല. ഇത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു. ഇനിയിപ്പോൾ അടുത്തേലും കുറേ വേദങ്ങളിലുള്ള സൂക്തങ്ങൾ നമുക്ക് കാണാം. പക്ഷെ ആദ്യം നമുക്ക് ഈ ഉപനിഷത്ത് പറഞ്ഞ ശാന്തി മന്ത്രത്തിലൂടെ നമ്മളൊന്ന് അതിനെ മനസ്സിലാക്കിയാണ്. അത് എങ്ങനെ മനസ്സിലാക്കണം? നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആദ്യം വേണ്ടത് ഒരു ഒബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യമുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. സിസ്റ്റം അപ്രോച്ചിലൂടെ ദർ മസ്റ്റ് ബി ആൻ ഒബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യമുണ്ട്. ആ ബ്രഹ്മത്തിന് ഒരു പ്രപഞ്ചം ഉണ്ടാക്കുകയാണ്. പിന്നെ ആ പ്രപഞ്ചം ഉണ്ടാക്കേണ്ടിക്ക് വേണ്ടി ജ്ഞാനമാണ്, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദാറ്റ് ഓൾസോ ഈസ് എ പ്രേരക ശക്തി. അതും ഒരു പ്രേരക ശക്തിയാണ്. ഇതൊന്നും മനുഷ്യരൂപത്തിലൊന്നുമല്ല. സയൻസ് എങ്ങനെയാണെന്ന് എടുത്ത് കാണിച്ചു തരാനൊന്നും പറ്റില്ല. അതുമായി പരമാത്മാവിനെ എടുത്ത് കാണിക്കാൻ പറ്റില്ല. സയൻസ് എങ്ങനെയാണ്? ഇല്ല, ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ കുറേ കടലാസ് എന്നല്ലാതെ അതിൻ്റെ അകത്തുള്ള സംഗതികൾ, ഒരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം എഴുതിയിട്ടാക്കുക എന്നെല്ലാം പറയുന്നത് അതൊന്നും എടുത്ത് കാണിക്കാനും പറ്റും. ഇത്ര കിലോ കണക്കിനാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതെല്ലാം ബ്രഹ്മത്തിൻ്റെ തന്നെ വേറൊരു രൂപങ്ങളാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലോട്ട് മനസ്സിലാക്കാനല്ലാതെ അതിനൊന്നും എടുത്ത് കാണിക്കാനൊന്നും പറ്റില്ല. നിയമപുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം എടുത്ത് കാണിക്കേണ്ട കാര്യമല്ല. അതിൻ്റെ അത് എന്താ ഉള്ളതെന്നുള്ളത് അത്തരത്തിലാണ്. അതൊന്നും കിലോ കണക്കിലോ മാഗ്നിറ്റ്യൂഡിലോ ഡയറക്ഷനിലോ ഒന്നും പറയേണ്ട സംഗതികളല്ല. അങ്ങനെ വിഭാഗത്തിൽ വരുന്നതാണ് സയൻസും ഈ പ്ലാനും പരമാത്മാവും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. എങ്ങനെ പോകണമെന്നുള്ളതെല്ലാം. അങ്ങനെ ഒരു സിസ്റ്റത്തിന് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. അല്ലാതെ ഒരു സിസ്റ്റം വീട് പോലും ഭരിക്കാൻ പറ്റില്ല. നമ്മൾ വരുമാനം ഇതെല്ലാം നോക്കിയിട്ട് മനസ്സിലൊരു ധാരണയില്ലാതെ വീട് ഭരിച്ചു നോക്കി എങ്ങനെ ഇരിക്കും? അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വരും. അപ്പം ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയ സിസ്റ്റമുള്ള പ്രപഞ്ചത്തിന് ഒരു പ്ലാനൊന്നും ഇല്ലാതെ ചുമ്മാ അങ്ങനെ തോന്നുന്ന മാതിരി ഉണ്ടായിടുകയാണെന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസമുള്ളത് ചിന്തിക്കാനും കഴിവുള്ളവർക്കൊന്നും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഏതോ ഒരു സിസ്റ്റം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ പോവുകയാണ്. ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേദത്തിലുള്ള ഇതിന് സമാനമായ കുറേ സൂക്തങ്ങളുണ്ട്. കുറച്ച് നമുക്കെടുത്ത് നോക്കാം.